ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വളരെ സിമ്പിളായിട്ടൊരു ഇറച്ചിപ്പത്തിരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ചീനച്ചട്ടിയിൽ കുറച്ച് ഓയിൽ ഒഴിക്കുക, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും എടുത്താൽ മതി. പിന്നെ അതിലോട്ട് കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും വേപ്പിലയും കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം ഒരു വലിയ സവാള കനം കുറഞ്ഞരിഞ്ഞ് അതും കൂടി ഇട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കണം. പാകത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം കേട്ടോ. പിന്നെ നമ്മൾ ചിക്കനിലാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചിക്കൻ വേണമെങ്കിൽ ഉപ്പും കുരുമുളകും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ച് മാറ്റി വെക്കുക, അല്ലെങ്കിൽ കറിയിലെ ചിക്കനായാലും പിച്ച് നുറുക്കി എടുത്താൽ മതി. ശേഷം അതിലോട്ട് പൊടികളായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം, മുളക് പൊടി ഇടാം, പിന്നെ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഗരം മസാല ഉണ്ടെങ്കിൽ അതിട്ടാൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്നും കൂടെ വഴറ്റിയെടുക്കാം. പിന്നെ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കാം കേട്ടോ. എന്നിട്ട് അതിലോട്ട് ആ വേവിച്ച് വെച്ച ചിക്കനും കൂടെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് അത് മിക്സാക്കി എടുക്കണം. അപ്പോൾ എല്ലാ ഭാഗത്തും ആ മസാല എത്തുന്ന രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇത്രയൊക്കെ തന്നെ ഉള്ളൂ മസാല. വളരെ സിമ്പിളാണ്. ലാസ്റ്റ് കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അതേസമയം ഈ ഫില്ലിങ് നിറയ്ക്കാനുള്ള അപ്പം കൂടെ റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 150 ഗ്രാം മൈദപ്പൊടിയിലോട്ട് കുറച്ച് ഉപ്പും പിന്നെ സോഡാപ്പൊടിയും 1/2 സ്പൂൺ സോഡാപ്പൊടി ഇട്ടിട്ടുണ്ട്. കുറച്ച് പച്ചവെള്ളം കൂടെ ഒഴിച്ച് നല്ല രീതിയിലൊരു മാവ് പരുവത്തിലാക്കി എടുത്തു. എന്നിട്ട് 1 സ്പൂൺ ഓയിലും കൂടെ സ്പ്രെഡ് ചെയ്ത് ഇതേ വലുപ്പത്തിൽ പരത്തിയെടുക്കാം. ശേഷം അതിലോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ മസാലയൊക്കെ ആവശ്യാനുസരണം വെച്ച് കൊടുക്കാം. പിന്നെ അതിൻ്റെ ഓരോ സൈഡും ഇതുപോലൊന്ന് മടക്കി കൊടുക്കണം. ഇപ്പോൾ ഇറച്ചിപ്പത്തിരി പൊതുവേ 2 അപ്പത്തിൻ്റെ നടുവിലാണ് ഫില്ലിങ് വെച്ച് കൊടുത്ത് നമ്മൾ പ്രസ്സാക്കി എടുക്കാറ്. പിന്നെ ഇത് വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഒരപ്പത്തിൽ തന്നെ ഇങ്ങനെ ഷേപ്പാക്കി എടുക്കാം. കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് അമർത്തി കൊടുത്താൽ മതി, വിട്ടുപോയില്ല. അപ്പോൾ ഓരോന്നും ഇതുപോലെ അങ്ങോട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഒരു 9 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിലൊന്ന് ചൂടാക്കി ഫ്രൈ ചെയ്തെടുക്കാം. ഇത് സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ആക്കി എടുക്കുന്നത്. അപ്പോൾ ഓരോന്നും നല്ല ചൂടായ ഓയിലിലോട്ട് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ നമ്മൾ വേഗം തന്നെ അത് മറിച്ചിടാനും നോക്കണം, അല്ലെങ്കിൽ വല്ലാണ്ട് മുരിഞ്ഞു പോകും. അപ്പോൾ ഇത്രയൊക്കെ ഓയിൽ ഒഴിച്ചിട്ട് 1-2 ഫ്രൈ ചെയ്തെടുത്താൽ മതി. പിന്നെ ഓയിൽ ഒട്ടും തന്നെ ഇത് ഉള്ളിലോട്ട് വലിച്ചെടുക്കില്ല കേട്ടോ, അതൊരു പ്രത്യേകതയാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിൽ മറിച്ചിടാം. പിന്നെ നമ്മൾ സോഡാപ്പൊടി ആഡ് ചെയ്തുകൊണ്ടാണ് ഇത്രയും വീർത്ത് വന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ചിക്കൻ പത്തിരി അല്ലെങ്കിൽ ഇറച്ചിപ്പത്തിരിയുടെ റെഡി ആയിട്ടുണ്ട്. കട്ടൻ ചായയുടെ ഒപ്പം ഞാൻ കഴിച്ച് നോക്കാൻ പോണ ഗൈസ്. അതിൽ നിന്ന് മുരിഞ്ഞ് നോക്കിയിട്ട് ഒരെണ്ണം അങ്ങോട്ട് എടുക്കാം. അപ്പോൾ നല്ല ചൂടുണ്ട്, പിന്നെ ക്രിസ്പിയാണ്, പക്ഷെ ഉള്ളിൽ നല്ല സോഫ്റ്റാണ് കേട്ടോ. എന്നാൽ ഒരു കടി നോക്കാം. വാവ്, അടിപൊളിയാണ്. കണ്ടില്ലേ, നല്ല ടേസ്റ്റാണ് ഗൈസ്. അപ്പോൾ എന്തായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഫാമിലിക്കൊക്കെ കൊടുത്ത് സന്തോഷത്തോടെ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. കൂടെ നല്ലൊരു കട്ടൻ ചായയും കൂടി ഉണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ഉഷാറാണ്. അപ്പോൾ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.